SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ ചൂട് ഏവരും ഉറ്റുനോക്കുമ്പോൾ ആലംബഹീനരായ ഒരുപറ്റം കുട്ടികൾ അഗതി മന്ദിരങ്ങളുടെ ആശ്രയത്തിൽ പരീക്ഷ എഴുതുകയാണ്. സമ്പന്ന ഭവനങ്ങളിൽ നിന്ന് ഓരോ വിഷയങ്ങൾക്കും സ്പെഷ്യൽ ട്യൂഷനുമായി എത്തുന്ന കുട്ടികൾക്കൊപ്പമാണ് കാരുണ്യത്തിന്റെ സ്നേഹവഴിയിൽ നിന്ന് ഈ നിരാലംബരായ കുട്ടികളും ഭയാശങ്കകളില്ലാതെ പരീക്ഷാ ഹാളുകളിൽ എത്തുന്നത്. പത്തനാപുരം ഗാന്ധി ഭവൻ, പിടവൂർ ആശാഭവൻ എന്നീ അഭയകേന്ദ്രങ്ങളിൽ നിന്നായി 22 കുട്ടികളാണ് ഇക്കുറി SSLC +2 പരീക്ഷകൾ എഴുതുന്നത്. പരിമിതികൾക്കുള്ളിലും ഇവർക്ക് ആവശ്യമായ പഠന സൗകര്യം ഒരുക്കുന്നതിൽ ആശാഭവനും ഗാന്ധി ഭവനും തികഞ്ഞ ആത്മാർത്ഥതയാണ് പുലർത്തുന്നത്. പ്രതികൂലങ്ങളിലും തളരാതെ 700ഓളം ആലംബഹീനരെ പോറ്റുന്ന പത്തനാപുരം ഗാന്ധി ഭവനിൽ നിന്ന് 9 കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. ഇതിൽ ഓരോ പെൺകുട്ടികൾ SSLCക്കും +2വിനും പരീക്ഷ എഴുതുമ്പോൾ 7 കുട്ടികൾ +1 പരീക്ഷയാണ് എഴുതുന്നത്. ഇക്കുറി SSLC പരീക്ഷ എഴുതുന്ന ഗാന്ധി ഭവൻ അന്തേവാസിയായ G സുബി മാലൂർ സ്വദേശിനിയാണ്. ജീവിത സാഹചര്യങ്ങൾ പഠനത്തെ താളം തെറ്റിച്ചപ്പോൾ 5 വർഷം മുമ്പാണ് ഗാന്ധി ഭവനിലെത്തിയത്. പിതാവ് ഗോപി മരിച്ചുപോയതിനെ തുടർന്ന് കശുവണ്ടി തൊഴിലാളിയായ മാതാവ് സാവിത്രിക്ക് 3 കുട്ടികളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഗാന്ധി ഭവൻ സ്നേഹത്തിന്റെ കരങ്ങൾ നീട്ടി സുബിയെ ഏറ്റെടുത്തത്. പത്തനാപുരം മൗണ്ട് താബൂർ സ്കൂളിലാണ് സുബി പരീക്ഷ എഴുതുന്നത്. +2 പരീക്ഷ എഴുതുന്ന ഗാന്ധി ഭവൻ അന്തേവാസി P കവിത 8 വർഷം മുമ്പ് ഗാന്ധി ഭവന്റെ ആരംഭദശയിൽ ഇവിടെ എത്തിയതാണ്. മാതാപിതാക്കളായ പരമശിവനും കനകമ്മയും മരിച്ചതോടെ ആശ്രയമില്ലാതായ കവിതയെയും സഹോദരൻ മണികണ്ഠനെയും ഗാന്ധി ഭവൻ ഏറ്റെടുക്കുകയായിരുന്നു. ഇളമണ്ണൂർ VHS സ്കൂളിലാണ് കവിത +2 പരീക്ഷ എഴുതുന്നത്. സുൽഫി, ശാരദ, പ്രിൻസി, അമ്പിളി, ആര്യലക്ഷ്മി, ചൈതന്യ, അഖിൽ എന്നിവരാണ് +1 പരീക്ഷ എഴുതുന്ന ഗാന്ധി ഭവനിലെ കുട്ടികൾ. ഇളമണ്ണൂർ കൈപ്പട്ടൂർ സ്കൂളിലും പത്തനാപുരത്തെ പാരലൽ കോളേജിലുമാണ് ഇവർ പഠിച്ചത്. ഇവർക്കൊപ്പം BCom പരീക്ഷ എഴുതാൻ രേഷ്മ എന്ന കുട്ടിയും തയ്യാറെടുക്കുന്നു. ഗാന്ധി ഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജന്റെ നേതൃത്വത്തിൽ ഈ കുട്ടികൾക്ക് മികച്ച പഠന സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മാർത്തോമ സഭയുടെ കീഴിലുള്ള വികലാംഗ പുനരധിവാസ കേന്ദ്രമായ പിടവൂർ ആശാഭവൻ കെയർ സെന്ററിൽ 7 കുട്ടികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. +2 പരീക്ഷ 5 കുട്ടികളും +1 പരീക്ഷ 1 പെൺകുട്ടിയുമാണ് എഴുതുന്നത്. വിധിയുടെ ക്രൂരതയിൽ ശാരീരിക വൈകല്യം സംഭവിച്ചതുകൊണ്ട് അവഗണിക്കപ്പെട്ട ഇവർക്ക് ആശാഭവൻ നൽകിയ ആശ്രയം ജാതിമത ചിന്തകൾക്ക് അതീതമായ കാരുണ്യത്തിന്റെ നേർക്കാഴ്ചയാണ്. രാഹുൽ, ജിത്ത്, ജിബിൻ, ധനേഷ്, റോബിൻ, സുജിത്ത് എന്നീ ആൺകുട്ടികളും മോനിഷ എന്ന പെൺകുട്ടിയുമാണ് SSLC പരീക്ഷ എഴുതുന്നത്. ഷീന, ഷാരി, പ്രിയ, ജസ്റ്റിൻ, അജേഷ് എന്നീ കുട്ടികൾ +2 പരീക്ഷയും മദീന റഹീം +1 പരീക്ഷയും എഴുതുന്നു. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ്, മൗണ്ട് താബോർ എന്നീ സ്കൂളുകളിലാണ് ഇവർ പരീക്ഷ എഴുതുന്നത്. വൈകല്യ പ്രയാസങ്ങളെ അതിജീവിച്ചാണ് ആശാഭവന്റെ തണലിൽ ഇവർ പഠനഗാഥയുമായി മുന്നേറുന്നത്. ആശാഭവൻ ഡയറക്ടർ റവറൻ ഫാദർ ജെയിംസ് തോമസ് ഇവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയതോടെ കുട്ടികൾ പരീക്ഷയുടെ ഉത്സാഹത്തിലാണ്. പ്രതികൂലങ്ങളെ അതിജീവിച്ച് വിദ്യാഭ്യാസ മുന്നേറ്റം നടത്തുന്ന കുട്ടികൾക്ക് വിജയാശംസകളും കാരുണ്യത്തിന്റെ സ്നേഹസാന്ത്വനം ചൊരിയുന്ന സ്ഥാപനങ്ങൾക്ക് അഭിനന്ദനങ്ങളും നേരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.